തുഹ്ഫയിൽ രേഖപ്പെടുത്തുന്നതായി കാണാം. ഷാഫി മദ്ഹബിന്റെ ആധികാരിക ഗ്രന്ഥം, ഒരു റക്അത്ത് അവിടെ നിസ്കരിച്ചാൽ 10,000 കോടി റക്അത്ത് നിസ്കരിച്ചതിന്റെ നേട്ടം കിട്ടും. എത്രയാണ്? 10,000 അല്ല, 10,000 കോടി റക്അത്തുകൾ നിസ്കരിച്ചതിന്റെ നേട്ടം കിട്ടും പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിൽ ഒരു റക്അത്ത് നിസ്കരിച്ചാൽ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സാദാ സീദാ സുന്നത്താണ് ഈ പറയുന്നത് കേട്ടോ. സാദാ ഒരു സുന്നത്ത് നിസ്കരിച്ചാൽ കിട്ടുന്ന നേട്ടമാണ് ഈ പറയുന്നത്, ജമാഅത്തിന്റെ അല്ല. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. നമ്മളൊക്കെ പള്ളികൾ അതിന്റെ മഹത്വം അറിയണം, അറിഞ്ഞാലേ ഉള്ളൂ നമുക്ക് അതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. സുലൈമാനിക്ക ആശു കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഉറക്കം വരുന്നുണ്ട് സുലൈമാനിക്ക? ഇല്ല. അള്ളാഹു ആഫിയത്ത് തരട്ടെ. സുലൈമാനിക്ക 5 വഖത്ത് പള്ളിയിൽ പോകുന്ന വ്യക്തികളാണ്. അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. സിഹത്ത് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ശ്രദ്ധിക്കണേ, നമ്മൾ എന്ത് ചെയ്യണം? പള്ളിക്ക് പൈസ കൊടുക്കണമെന്നുണ്ടെങ്കിൽ പള്ളിയുടെ മഹത്വം എന്ത് ചെയ്യണം? ആദ്യം അറിയണം. അപ്പോഴല്ലേ നമ്മൾ കൊടുക്കുന്നതിലും കാര്യമുള്ളൂ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. എന്താണ് പള്ളി എന്നുള്ളത് അറിയണമല്ലോ, അതിന്റെ മഹത്വം അറിയണം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന മസ്ജിദുൽ ഹറാമിൽ ഒരു റക്അത്ത് നിസ്കരിച്ചാൽ അവന് 1,00,000 റക്അത്ത് മറ്റുള്ള സ്ഥലങ്ങളിൽ നിസ്കരിച്ചതായ നേട്ടമാണ്. ഈ ഹദീസ് വിശദീകരിച്ചാണ് ബഹുമാനപ്പെട്ട ഷാഫി മദ്ഹബിന്റെ ആധികാരിക തുഹ്ഫയിൽ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞത് 1,00,000 എന്ന് പറഞ്ഞാൽ 10,000 കോടിയാണ് അതിന്റെ മഹത്വം. ഒരു റക്അത്തിന് 10,000 കോടി. മാഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മനസ്സിലാക്കണം. കഅബാലയം പലരും പണിതിട്ടുള്ളതാ, 12 പേരവരാണ് ചരിതമിലുള്ളതാ. കഅബാലയം പലരും പണിതിട്ടുള്ളതാ, 12 പേരവരാണ് ചരിതമിലുള്ളതാ. മാലാക ആദം ശീസ് ഇബ്രാഹിമുമാ അമാലിക്കും ജുറുഹും ഖുസയ്യ ഖുറൈശുമാ അബ്ദുള്ള ഹജ്ജാജും മുറാദു സുമാനിയും അവസാനമായി ഫഹദാണ് ആല് സഊദിയും. പരിശുദ്ധമായ കഅബ പണിതത് ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ കാണാം, തഫ്സീറുകളിൽ കാണാം, 12ഓളം മഹൽ വ്യക്തിത്വങ്ങളാണ്. എന്ന് പറഞ്ഞാൽ കഅബ പൂർണ്ണമായി നിർമ്മിച്ചതല്ല. ഓരോ വർഷങ്ങൾക്ക് ശേഷം ചിലർ പണിതിന് ശേഷം കാലഹരണം സംഭവിച്ചിട്ടുണ്ട്, കേടുപാടുകൾ സംഭവിച്ചപ്പോ അത് പിന്നീട് പണിയേണ്ട ആവശ്യം വന്നിട്ടുണ്ട്. ആദ്യമായി നാം പറഞ്ഞു, ആരാണ് പണിതത്? മലക്കുകളാണ് കൈവച്ചത്. മനുഷ്യരുടെ കൂട്ടത്തിൽ ആരാ കൈവച്ചത്? സയ്യിദുനാ ആദം. ഉറക്കം പറയൻ അലൈഹിസ്സലാം. ആദം നബി അലൈഹിസ്സലാം പണിതിന് ശേഷം പിന്നീട് രണ്ടാമതായി ഇതിൽ കൈവച്ചു സയ്യിദുനാ ശീസ് നബി അലൈഹിസ്സലാം. പിന്നീട് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ ലോകമെമ്പാടുമുള്ള ജലപ്രളയത്തിൽ കഅബാലയത്തിന്റെ ഫൗണ്ടേഷൻ ഒഴിച്ച് ബാക്കിയൊക്കെ നാമാവശേഷമായി പോയി. അതിന്റെ മുകളിലേക്ക് പിന്നീട് ആ ഫൗണ്ടേഷൻ കണ്ടെടുത്ത് പണിയാനുള്ള ചുമതല അള്ളാഹു ഏൽപ്പിച്ചത് മഹാനായ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാമിനെയാണ്. അതാണ് നമുക്കറിയാവുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകൻ ആരോടുകൂടി? ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനോടൊപ്പം പരിശുദ്ധമാക്കപ്പെട്ട കഅബ പണിതു എന്ന് ചരിത്രം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇബ്രാഹിമിക്ക് അന്ന് വയസ്സ് 100-ന് മുകളിൽ പ്രായമാണ്. 100 വയസ്സിന് മുകളിലുള്ള വ്യക്തിയാണ് കഅബ പണിയാൻ വേണ്ടി നിലകൊള്ളുന്നത്. മനസ്സിലാക്കണം നമ്മൾ. അപ്പൊ ഹിദായത്തിന്റെ കേന്ദ്രമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമും കൂടി കഅബ പണിതു. ശേഷം ആ കഅബ പിന്നീട് അമാലിക ഗോത്രക്കാർ, ജുർഹും ഗോത്രക്കാർ, ഖുസയ്യ ഖുറൈശികൾ, അബ്ദുല്ലാഹി ഇബ്നു ഹജ്ജാജ്, ബഹുമാനപ്പെട്ടതാകുന്ന മുറാദ്, ഉസ്മാൻ തുടങ്ങിയതാകുന്ന മഹൽ വ്യക്തിത്വങ്ങളുടെ രാജാക്കന്മാരുടെ കാലഘട്ടത്തിലൊക്കെ ആ കഅബ പുതുക്കി പണിതിട്ടുണ്ട്. അങ്ങനെയാണല്ലോ ഓരോ വർഷം കഴിയുന്നോറും ഓരോ കെട്ടിടങ്ങൾക്ക് എന്ത് ചെയ്യും? കേടുപാടുകൾ സംഭവിക്കും, സ്വാഭാവികമാണ്. വർഷങ്ങൾ കഴിയുമ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യും. അങ്ങനെ അത് വർഷങ്ങൾക്ക് ശേഷം മെയിൻറ്റെയിൻ ചെയ്ത് ആളുകൾ ഇങ്ങനെ കൊണ്ടുപോയി ഓരോ രാജാക്കന്മാർ, ഗോത്രത്തലവന്മാർ, ഗോത്രക്കാർ ഒക്കെ പണിതിട്ടുണ്ട്. അവസാനമായി 12 ആളുകളെയാണ് തഫ്സീറുകൾ കാണാം. അത് കഴിഞ്ഞു പിന്നീട് വന്ന വ്യക്തിയാണ് 13ാമത്തെ ഒരു വ്യക്തി കൂടിയുണ്ട്. അദ്ദേഹം കഅബയ്ക്ക് പണിതിട്ടുണ്ട്. ആരാണ്? ഫഹദ് രാജാവ്. അവസാനമായി അദ്ദേഹമാണ് പണിതത്.
അദ്ദേഹം തന്നെയാണ് മസ്ജിദുൽ ഹറാമുൽ പണിതതും പരിശുദ്ധമാക്കപ്പെട്ട മസ്ജിദുൽ നബവിയൊക്കെ ഇന്നത്തെ രൂപത്തിനും ഭാവത്തിനും ഒക്കെ കൊണ്ടുവന്നത്. പരിശുദ്ധമാക്കപ്പെട്ട മസ്ജിദ് ഖുബാഉം ഒക്കെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് പണിതത്. ഫഹദ് രാജാവ് സൗദി ഭരിച്ചിരുന്ന വ്യക്തിയാണ്. അള്ളാഹു അവരുടെയൊക്കെ ദറജ ഉയർത്തുമാറാവട്ടെ, വലിയ പ്രതിഫലം അള്ളാഹു നസീബാക്കുമാറാവട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് 12ഓളം ആളുകളെ ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. 13ാമത്തെ ഒരു വ്യക്തിയെ പിന്നീട് വന്ന വ്യക്തിയാണ്, അവസാന കാലഘട്ടത്തിൽ വന്ന വ്യക്തിയാണ് ഫഹദ് രാജാവ്. അദ്ദേഹം പരിശുദ്ധമായ കഅബ പണിയാൻ വേണ്ടി നിന്നിട്ടുണ്ട്. അവസാനമായി അവിടെ കൊണ്ടാണ് നിന്നത്. അപ്പൊ 13 ആളുകൾ ഉണ്ടെന്ന് എന്നർത്ഥം ചുരുക്കം. ഇവർ ഇത്രയും പേര് കൂടി പണിതതാകുന്ന ആ ഗേഹത്തിന്റെ മഹത്വം നിസ്സാരമല്ല. ലോകത്തിന് എത്ര പള്ളികൾ വന്നാലും ആ പള്ളിയുടെ മഹത്വം വേറിട്ട് തന്നെ നിൽക്കും. മുബാറക്കൻ, ബറക്കത്തുള്ള ഗേഹമാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. ഹിദായത്തിന്റെ ഗേഹമാണ്. വഹുദൽ ലിൽ ആലമീൻ, ജനങ്ങൾക്ക് മുഴുവനും സന്മാർഗത്തിന്റെ ദീപം തെളിക്കുന്നതായ ഗേഹമാണ്. അല്ലാഹു ആ കഅബ കാണാൻ തൗഫീഖ് നൽകട്ടെ. ആ കഅബയെ നോക്കി ആദ്യം കാണുന്ന സമയത്ത് എന്ത് ചോദിച്ചാലും ഉത്തരം ഉറപ്പാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു കാണുന്ന സമയത്ത് ഖൈറായത് ചോദിച്ചു വാങ്ങാൻ തൗഫീഖ് അള്ളാഹു നസീബാക്കട്ടെ. പോയവർക്ക് വീണ്ടും വീണ്ടും പോകാനുള്ള തൗഫീഖ് അള്ളാഹു ഈ സദസ്സിന്റെ മഹത്വം കൊണ്ട് നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. 20 ഹജ്ജല്ലേ, 20 ഹജ്ജാണ് മാഷാ അല്ലാ സദറുസ്ഥാന് ചെയ്യാൻ പറ്റിയത്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നസീബാക്കട്ടെ. വലിയൊരു തൗഫീഖല്ലേ. നമ്മുടെ ഈ തഴവ എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഒരുപക്ഷെ വേറെ ആർക്കും കിട്ടാത്തൊരു നിഅമത്ത് അള്ളാഹു അദ്ദേഹത്തിന് നൽകിയെന്നുള്ളതാണ്. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. ആ ചെയ്ത ഹജ്ജും ഉംറയും എല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. മഖ്ബൂലും മബ്റൂറുമാക്കട്ടെ. അദ്ദേഹത്തിന്റെയും നമ്മുടെയും അമലുകളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നമുക്കും അള്ളാഹു ഹജ്ജിനും ഉംറയ്ക്കും ഒക്കെ തൗഫീഖ് നസീബാക്കുമാറാവട്ടെ. അതൊക്കെ ഒരു തൗഫീഖാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ വിളി വീണ്ടും വീണ്ടും കിട്ടിയിട്ട് വീണ്ടും ഉത്തരം ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കഅബ പണിത് പിന്നീട് 40 കൊല്ലത്തിന് ശേഷം ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാം തന്നെ ഫൗണ്ടേഷൻ ഇട്ട മറ്റൊരു പള്ളിയാണേത്? മസ്ജിദുൽ അഖ്സ. മസ്ജിദുൽ അഖ്സ അതിന്റെ പരിപാലനവും അതിൻ്റെതാകുന്ന പരിപൂർണമായ തിരുനോട്ടവും ഒക്കെ പിന്നീട് വന്നതാർക്ക പഠിക്കണം നമ്മൾ. അതിന് ഫൗണ്ടേഷൻ ഇട്ടതാണ് സയ്യിദുനാ ആദം നബി അലൈഹി സ്വലാം. പണ്ഡിത മഹൽ വ്യക്തിത്വങ്ങളെ നമ്മൾ അറിയണം. മഹാനായ സയ്യിദുനാ ദാവൂദ് നബി അലൈഹിസ്സലാം വഅലന്നാ ലഹുൽ ഹദീദ്, ഇരുമ്പിനെ വല്ലാതെ വശപ്പെടുത്തി കൊടുത്തിരുന്ന വ്യക്തിയായിരുന്നു സയ്യിദുനാ ദാവൂദ് നബി അലൈഹിസ്സലാം. ഇരുമ്പ് കമ്പി ഇങ്ങനെ കൊണ്ടുവന്നാൽ അത് കുഴമ്പ് പോലെ ഇങ്ങനെ ചുരുട്ടിയിട്ട് കൊടുക്കും. അങ്ങനത്തെ ടീമാണ് സയ്യിദുനാ ദാവൂദ് നബി അലൈഹിസ്സലാം. അള്ളാഹു അത്രത്തോളം അദ്ദേഹത്തിന് വഴക്കി കൊടുത്തിരുന്നു ഇരുമ്പ്. ദാവൂദ് നബി അലൈഹിസ്സലാം ഒരു സാധാസീത വ്യക്തിയല്ല. അദ്ദേഹം സബൂർ എന്ന് പറയുന്ന വേദഗ്രന്ഥം പാരായണം ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷികൾ പോലും ചിലയ്ക്കുമായിരുന്നില്ലെന്നാണ്. പക്ഷികളൊക്കെ കളകൂജനങ്ങൾ പൊഴിക്കുന്നത് നിർത്തിവെച്ച് സാഗൂതം ഛർദ്ദി തിരുത്തി കാത്തിരിക്കും, ബഹുമാനപ്പെട്ടവരുടെ കേൾക്കും. അത്ര മനോഹരമായ ശബ്ദത്തിന്റെ ഉടമയായിരുന്നു സയ്യിദുനാ ദാവൂദ് നബി അലൈഹിസ്സലാം. അള്ളാഹു കൊടുത്ത ദറജ ഉയർത്തുമാറാവട്ടെ. ഇസ്രായേലി ജനതയുടെ രാജാവുമായിരുന്നു. അവർക്കിടയിൽ പ്രവാചകനുമായി നിലകൊണ്ട വ്യക്തിയാണ് സയ്യിദുനാ ദാവൂദ് നബി അലൈഹിസ്സലാം. അങ്ങനെ അദ്ദേഹം പ്രബോധനം നടത്തിക്കൊണ്ട് നിലകൊള്ളുന്നതിനിടയിൽ സ്വാഭാവികമായി ജനങ്ങൾക്കിടയിൽ സമ്പൽ സമൃദ്ധി കളിയാടി, സമ്പൽ സമൃദ്ധി കൂടി. അങ്ങനെ കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് സമ്പത്ത് കൂടുമ്പോൾ ഒരു നാട്ടിൽ എന്താ ഉണ്ടാവും? ജനങ്ങൾ റബ്ബിനെ ആരാധിക്കാതാവും, ജനങ്ങൾ ധിക്കരിക്കാൻ തുടങ്ങി, അനാവശ്യമാകുന്ന പ്രവണതകൾ കൂടുകയാണ്, കള്ളു കുടിക്കാൻ തുടങ്ങി, ലഹരി നുണയാൻ തുടങ്ങി, അശ്ലീലമായ ജീവിതം നയിക്കാൻ തുടങ്ങി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമയത്ത് തീക്ഷ്ണമായ ഒരു പരീക്ഷണം അവർക്ക് നൽകി. കോവിഡ് എന്ന മഹാമാരി പോലെ വലിയൊരു ദുരന്തം അവർക്ക് അള്ളാഹു നൽകി. ഒരു വലിയ വിപത്ത് അള്ളാഹു ഇട്ടുകൊടുത്തു, ഒരു പ്ലേഗ് പോലെ ഒരു രോഗം. ആ രോഗം വന്ന ആളുകൾ അങ്ങനെ മരിക്കാൻ തുടങ്ങി. 1000-ആയി, 2000-ആയി, 3000-ആയി, 10,000-ആയി, 20,000-ആയി, 30,000-ആയി. മരണസംഖ്യ നിൽക്കുന്നില്ല. അവസാന മരണസംഖ്യ 70,000-ഓളം എത്തുകയാണ്. ആളുകൾ ബഹുമാനപ്പെട്ടതാകുന്ന ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ ചാരത്തെ ഓടിപ്പോയാണ്. പ്രവാചകനാകുന്ന ദാവൂദ് നബി അലൈഹിസ്സലാമിനോട് സങ്കടം പറഞ്ഞപ്പോ ദാവൂദ് നബി അലൈഹിസ്സലാം അവരോടായി പറയുകയാണ്, ഈ പ്രയാസങ്ങളിൽ നിന്ന്, ഈ പ്രതിസന്ധികളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ ഒരാൾക്ക് മാത്രമേ കഴിയൂ. ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ചറപ്പിന് മാത്രമാണ്, അല്ലാഹുവിന് മാത്രമാണ്. അതുകൊണ്ട് പടച്ചറപ്പിന് വേണ്ടി ഇഖ്ലാസോടുകൂടി ഹലാലായ സമ്പാദ്യവുമായി കടന്നു
കടന്നു വരണേ, നമുക്കൊരു പള്ളി പണിയാ, നമുക്കൊരു പള്ളി പണിയാ. പള്ളി പണിതാൽ നാട്ടിലുള്ള ഈ വിപത്ത് നീങ്ങുമെന്നാണ് അള്ളാഹു എനിക്ക് ഉത്ബോധനം നൽകിയത് എന്ന് സയ്യിദുനാ ദാവൂദ് നബി അലൈഹിസ്സലാം. ദാവൂദ് നബി അലൈഹിസ്സലാം നാട്ടുകാരെ മുഴുവനും പിടിച്ചുകൊണ്ടുപോയാണ്. 70,000-ൽ പരം ആളുകൾ മരണപ്പെട്ട് കിടക്കുന്നതായ രംഗമാണ്. ജനങ്ങൾ മുഴുവനും പേടിച്ച് നിലകൊള്ളുകയാണ്. എന്ത് ചെയ്യാനും റെഡിയാണ്. സമ്പത്ത് എവിടെ വേണമെങ്കിലും ചെലവഴിക്കാൻ റെഡിയാണ്. ഞങ്ങൾക്ക് മരണത്തെ ഭയമാണ്. ഞങ്ങൾക്ക് ഇനി ഒരിക്കലും മരിക്കേണ്ടതില്ല. മരിക്കുമ്പോ നല്ല നിലയിൽ മരിക്കണമെന്നുള്ള ചിന്തയാണ്. ഇസ്രായേലി ജനത ഓടിക്കൂടുകയാണ്. ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാം അവരെ കൊണ്ടുപോയി ഒരു സ്ഥലം കാണിച്ചു കൊടുക്കുകയാണ്. ഒരു സ്ഥലം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ദാ ഇവിടെ. ഏതാ ഈ സ്ഥലം? മഹാനായ സയ്യിദുനാ ആദം നബി അലൈഹിസ്സലാം ഫൗണ്ടേഷൻ ഇട്ടതാകുന്ന ആ സ്ഥലം കാണിച്ചിട്ട് പറഞ്ഞു, ഇവിടെ ഒരു പള്ളി പണിയണം. ഇവിടെ പള്ളി പണിതാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറും. എന്താ പ്രശ്നം? ഈ മരണസംഖ്യയുടെ ആധിക്യം ഉണ്ടല്ലോ, അതൊക്കെ അങ്ങനെ നബി സല്ലല്ലാഹു ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ നിർദ്ദേശത്താൽ പരിശുദ്ധമാക്കപ്പെട്ട മസ്ജിദുൽ അഖ്സയുടെ നിർമ്മാണം തുടങ്ങാൻ. ശരിക്കും ശ്രദ്ധിക്കണേ, ഫലസ്തീനിലെ പള്ളിയുടെ നിർമ്മാണം തുടങ്ങി. എന്തിനാ പള്ളി പണിയാൻ തുടങ്ങുന്നത്? നാട്ടിലുള്ളവരുടെ വിപത്ത് നീങ്ങാൻ. പള്ളി കൊണ്ട് തുടങ്ങിയതേ ഉള്ളൂ, നാട്ടിലെ വിപത്ത് പരിപൂർണമായി നീങ്ങി. മരണസംഖ്യ ക്രമാതീതമായി കുറഞ്ഞു. അസുഖം എങ്ങോട്ടോ പൊയി മറഞ്ഞു. ഇപ്പോഴും കോവിഡിന്റെ ഭീതിയിലാണ് നമ്മുടെ നാട്. എപ്പോഴാണ് ഏത് കോലത്തിലാണ് വരുന്നതെന്ന് അല്ലാഹു അഅലം. പൂർണ്ണമായി ഇപ്പോഴും മാഞ്ഞിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും, വീണ്ടും ഒരു ലോക്ക്ഡൌണിലേക്ക് കേരളം പോകുമോ, വീണ്ടും ഇതാ ഒരു ഭീതിയിലേക്ക് പോകുമോ. ഇപ്പോഴും അതിന്റെ അവസ്ഥ എന്താണെന്ന് കണ്ടെത്തിയിട്ടില്ല. അതിന്റെ മൂല കാരണം എന്താണെന്ന് കണ്ടെത്തിയിട്ടില്ലെന്ന് മാത്രമല്ല, ശാസ്ത്രരംഗത്തും നിരീക്ഷണ പരീക്ഷണ രംഗത്തും ഗവേഷണ രംഗത്തും ഒക്കെ പരിവേഷണ ഗ്രന്ഥത്തും ഒക്കെ വലിയതാകുന്ന ഉന്നതമായ സംഭാവനകൾ നിലകൊള്ളുന്നതാകുന്ന ഇന്ത്യ രാജ്യവും ലോകരാജ്യങ്ങളും ലോക പോലീസ് ചെയ്യുന്ന അമേരിക്ക അടക്കമുള്ളതാകുന്ന രാജ്യങ്ങൾ മുഴുവനും ഒന്നടങ്കം പരിശ്രമിച്ചിട്ട് പോലും അതിൻ്റെതാകുന്ന രോഗത്തിന് തിക്തമാകുന്ന മരുന്ന് ഇന്ന് വരെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. അതാണ് വസ്തുത. ഇത്രയേറെ പരീക്ഷണങ്ങൾ വിധിച്ചിട്ട് ഒരു പനിക്കുള്ള മരുന്ന് കണ്ടുപിടിക്കാൻ മനുഷ്യൻ അസാധുവാണ്. ഖുർആൻ അതാ പറഞ്ഞത്, മനുഷ്യനെ ലഈഫ, വളരെ ബലഹീനനായിട്ടാണ് മനുഷ്യനെ അല്ലാഹു പടച്ചത്. അത്രേ ഉള്ളൂ മനുഷ്യൻ. ആ ഒരു പനിക്കുള്ളതാകുന്ന മൂലകാരണം, അതിൻ്റെതാകുന്ന അവസ്ഥ, ഇതിനുള്ളതാകുന്ന മരുന്ന് പോലും മനുഷ്യൻ ഇന്ന് വരെ കണ്ടുപിടിച്ചിട്ടില്ല. ഇത്രയേ ഉള്ളൂ മനുഷ്യൻ. മനസ്സിലാക്കണം. എന്തെങ്കിലുമൊക്കെ കൊടുക്കുക, പാരസെറ്റാമോളൊക്കെ കഴിച്ച് 3 ഫാത്തിഹയൊക്കെ ഓതി നെഞ്ചത്ത് ഊതിക്കുമെന്ന് പറഞ്ഞ് ഇറക്കി വിടുകയാണ് പോയി. അത്രയുള്ള നടക്കുകയുള്ളൂ. അള്ളാഹു ബറക്കത്ത് ചൊരിയട്ടെ. പൂർണ്ണമായ ശിഫ അള്ളാഹു നസീബാക്കുമാറാവട്ടെ. ദാവൂദ് നബി അലൈഹിസ്സലാം പള്ളി അങ്ങോട്ട് പണിയാൻ തുടങ്ങി. നാട്ടുകാരും ഒന്നിച്ച് സുബ്ഹാനല്ലാഹ്, ഫലസ്തീനി മക്കളെ ബാധിച്ചിരുന്നതാകുന്ന വല്ലാത്ത ബുദ്ധിമുട്ടും പ്രയാസവും ഞൊടിയിടയിൽ പടിയിറങ്ങുകയാണ്. നാട്ടിൽ നിന്ന് പരിപൂർണമായി ഒഴിവാകുകയാണ്. അൽഹംദുലില്ലാഹ്. പക്ഷേ ആ ഒരു സന്തോഷം അധിക നാൾ നീണ്ടില്ല. ഒരാൾ പൊക്കത്തിലേക്ക് പള്ളി എത്തിയപ്പോ ദാവൂദ് നബി അലൈഹിസ്സലാം വഫാത്താവുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ദാവൂദ് നബി അലൈഹിസ്സലാം വഫാത്തായി. ഇനി ആര് ഈ പള്ളി പണിയും? പള്ളിയുടെ പണി അവിടെ വെച്ച് നിൽക്കാൻ സ്റ്റോപ്പ് അടിച്ചു. പള്ളി ഇനി ആര് പണിയും? പള്ളി ഒരാൾ പൊക്കത്തിലേക്ക് എത്തിയപ്പോ അവരുടെ രാജാവും നേതാവുമായിരുന്ന പ്രവാചകനായ സയ്യിദുനാ ദാവൂദ് നബി അലൈഹിസ്സലാം, ഉറക്കെ പറയും സയ്യിദുനാ ദാവൂദ്, ബഹുമാനപ്പെട്ടവർ വഫാത്തായി. പള്ളി പണി അങ്ങനെ നിൽക്കാൻ ഇനി ആര് പണിയും? ഖദർ മസ്ജിദ് പഴയ കാലത്തുള്ളതാകുന്ന ആലിമീങ്ങളും ഉലമാക്കളും ബഹുന്ദരാകുന്ന തഴവാ ഉസ്താദിന്റെ കരങ്ങളോടുകൂടി ആശീർവാദത്തോടുകൂടി അന്നുള്ളതാകുന്ന മഹൽ വ്യക്തിത്വങ്ങൾ പണി തീർത്തതാകുന്ന പള്ളി അതിന്ന് പുനരുദ്ധാരണത്തിന്റെ അവസ്ഥയിലെത്തി നിൽക്കാൻ ഇനി ആര് പണിയും? ദാവൂദ് നബി അലൈഹിസ്സലാം പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന മസ്ജിദുൽ അഖ്സ അത് നിർമ്മിച്ച് അത് ഒരാൾ പൊക്കത്തിലേക്ക് എത്തിയപ്പോ ബഹുമാനപ്പെട്ടവർ വഫാത്തായി. ഇനി ആര് ഈ പള്ളി പണിയും? പ്രതിസന്ധി ഘട്ടത്തിൽ എത്തി നിൽക്കുക. അങ്ങനെ നിൽക്കുമ്പോഴാണ് ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട മകനായ ലോകം മുഴുവനും അടക്കി ഭരിച്ചതാകുന്ന സയ്യിദുനാ സുലൈമാൻ നബി അലൈഹിസ്സലാം കടന്നു വരുകയാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാം ഏറ്റെടുക്കുകയാണ്. മാഷാ അല്ലാഹ്,
മാ ശാ അല്ലാഹു കാൻ വമാ ലം യശാ ലം യകുൻ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. സുലൈമാൻ നബി അലൈഹിസ്സലാം പരിശുദ്ധമാക്കപ്പെട്ട മസ്ജിദുൽ അഖ്സയുടെ പുനർനിർമ്മാണം ഏറ്റെടുക്കുകയാണ്. വാപ്പ എവിടെ വെച്ചാണോ നിർത്തിയത് ആ വാപ്പയുടെ പ്രിയപ്പെട്ട മകനാണ് ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട മകനാകുന്ന സുലൈമാൻ നബി അലൈഹിസ്സലാം കടന്നു വന്നുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട കഅബയുടെ പുനർനിർമ്മാണം ഏറ്റെടുക്കുകയാണ്. ജിന്നുകളുടെയും മനുഷ്യരുടെയും സഹായത്തോടുകൂടി സുലൈമാൻ നബി അലൈഹിസ്സലാം മനോഹരമാകുന്ന പള്ളി പരിപൂർണമായി പണിത് പൂർത്തീകരിച്ചു അത്രേ. അൽഹംദുലില്ലാഹ്. പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സ ആരാ പൂർത്തീകരിച്ചത്? മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം. വേണ്ട സുലൈമാനിക്കാന്ന് വിളിച്ചതിന്റെ കാര്യം ഇപ്പൊ മനസ്സിലായില്ലേ? അള്ളാഹു ബർക്കത്ത് ചൊരിയട്ടെ. ഇനി സുലൈമാനിക്കാലൂടെയാണ് നമുക്ക് ഹിദ്റുൽ പൂർത്തീകരിക്കാൻ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. ആമീൻ പറയൽ. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ.